യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് ബൈബിളിൽ അനേകം തെളിവുകൾ പറയുന്നുണ്ട്. പലർക്കും പ്രത്യക്ഷപ്പെട്ടതായും പല സ്ഥലത്ത് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടതായും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ദൈവം നമുക്ക് തന്ന ഒരു വലിയ തെളിവുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതമാണ്. ദൈവം ഉയർത്തെഴുന്നേറ്റു ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ തൻ്റെ നാഥൻ്റെ കാലിൽ ചുംബിച്ച് മരിക്കണമെന്ന് പറഞ്ഞ് തലകീഴായി ക്രൂശിക്കപ്പെട്ട് മരിക്കില്ലായിരുന്നു. ഒരിക്കലും തോമാസ്ലീഹ ഇന്ത്യയിൽ വരില്ലായിരുന്നു. ഈ ലോകം മൊത്തം തൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മൊത്തം അറിയിക്കില്ലായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ 12 ശിഷ്യന്മാരിൽ 11 പേരും രക്തസാക്ഷികളാകില്ലായിരുന്നു. കാരണം അവന് വേണ്ടിയാണ് പിന്നെ അവർ ജീവിച്ചത്. അവൻ മരിച്ചു, അവൻ മൺമറഞ്ഞു പോയിരുന്നെങ്കിൽ ഒരിക്കലും പിന്നെ അവന് വേണ്ടി അവർ ജീവിക്കില്ല. അവന് വേണ്ടി ജീവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവൻ എന്നും ജീവിക്കുന്നു, എന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്തായാലും ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തെളിവാണ് അത്.